കോപത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഡെന്നീസിനെ കണ്ടതും ആമിക്ക് തന്റെ കാലുകൾ ഇടറി. അവന്റെ പിടുത്തത്തിൽ നിന്നും തന്റെ കൈ മോചിപ്പിക്കുവാൻ ആമി ഒരു ശ്രമം നടത്തി. പക്ഷെ അവൾക്ക് അത് സാധിച്ചില്ലെന്ന് വേണം പറയാൻ. പിടുത്തം കൂടുതൽ മുറുകുകയാണ് ചെയ്തേ. വിട്, എനിക്ക് വേദനിക്കുന്നു. അവൾ ശബ്ദം താഴ്ത്തി. ആ മിഴികൾ നിറഞ്ഞു തൂവി. നീ ആരാണ്? എന്തിനാടി ഇവിടെ വന്നത്? ഡെന്നീസ് അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചതും അവന്റെ നെഞ്ചിൽ തട്ടി ആമി നിന്നുപോയി. ഫാവയാമി, നിന്നോട് ചോദിച്ചു കേട്ടില്ലേ ആരാണ് നീയെന്ന്? ഡെന്നീസിന്റെ ശബ്ദം ഉയർന്നു. ഞാൻ മിന്നുവിനെ ഒന്ന് വിളിക്കുമോ? അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് ആമി നിസ്സഹായയായി ഡെന്നീസിനെ നോക്കി. ശേഷം മിന്നുവിനെ വിളിക്കാനായി ആമി തുടങ്ങിയതും ഡെന്നീസ് അവളുടെ വായ മൂടി. പൊക്കിയെടുത്തുകൊണ്ട് അവളെ തന്റെ മുറിയിലേക്ക് പോയി. വാതിലടച്ച് കുറ്റിയിട്ടു. ഉറക്ക നിലവിളിക്കാനാഞ്ഞ ആമിയെ അവൻ ബെഡിലേക്ക് തള്ളിയിട്ടു. ഡി, ഒരക്ഷരം മിണ്ടരുത് നീ. എന്തിനാടി നീ നിന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോന്നത്? പറയടി, എടി പറയാൻ. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ച ആമിയെ അവൻ വലിച്ചെടുത്തുകൊണ്ടുവന്ന് ചുവരിൽ ചേർത്ത് നിർത്തി. പറയടി, എന്തിനായിരുന്നടി ഒളിച്ചോട്ടം? ആർക്കു വേണ്ടിയാണെങ്കിലും അതിലേക്ക് നീ മിന്നുവിനെ എന്തിനടി വലിച്ചഴിച്ചത്? ആമി നിറമിഴികളാൽ നിൽക്കുകയാണ് അപ്പോഴും. നിനക്കെന്തോ കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് ആദ്യം തന്നെ ബോധ്യപ്പെട്ടതാ. പക്ഷേ അതെന്റെ തോന്നലാവുമെന്ന് കരുതാനായിരുന്നു എനിക്ക് താല്പര്യം. എന്നാൽ നീ പഠിച്ച കള്ളിയാടി. ഡെന്നീസ് വിവരങ്ങളൊക്കെ എങ്ങനെയോ അറിഞ്ഞുവെന്ന് ആമിക്ക് തോന്നി. അതാണ് ഈ ചോദ്യം ചെയ്യൽ. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയല്ലോ ഉണ്ണിക്കണ്ണ. അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. ഡെന്നീസിന്റെ കാലിൽ മുറുക്ക പിടിച്ചു. മിന്നുവിനെ ഒന്ന് വിളിക്കുമോ? അവൾ പറയും കാര്യങ്ങളെല്ലാം. തൻ്റെ ഇരു കാലിലും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ആമിയെ കണ്ടതും ഡെന്നീസിന് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. മിന്നു. കുളി കഴിഞ്ഞു വന്ന് വേഷം മാറി കണ്ണാടിക്ക് മുന്നിൽ വന്ന് ഏതോ ഒരു ക്രീം തൻ്റെ മുഖത്ത് പുരട്ടുകയാണ് മിന്നു. അപ്പോഴാണ് ഡെന്നീസിന്റെ വിളിയൊച്ച. താഴേക്ക് ഓടിയിറങ്ങുമ്പോൾ കണ്ടു ദേഷ്യത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന ഡെന്നിച്ചായനെ. ആമിയുടെ തേങ്ങൽ കേട്ടതും അവൾക്ക് എന്തൊക്കെയോ അപകടം പോലെ തോന്നി. ആമി, അവളെവിടെ അച്ചായ? തൻ്റെ മുറിയിലേക്ക് ഓടിപ്പോകാൻ തുനിഞ്ഞവളെ ഡെന്നീസ് വട്ടം പിടിച്ചു നിർത്തി. മിന്നു. അവൻ്റെ ഒറ്റ വിളിയിൽ മിന്നു നിന്നു. അത്രമേൽ ദേഷ്യത്തിൽ ആദ്യമായിട്ടായിരുന്നു അവൾ അച്ചായനെ കാണുന്നത് പോലും. ഫാവയാമി ആരാണ്? എൻ്റെ ഫ്രണ്ടാണ് അച്ചായ. എത്ര നാളുകളായിട്ട് നിനക്കറിയാം നിന്റെ ഈ ഫ്രണ്ടിനെ? അച്ചായ, 6 വർഷമായിട്ട് ഞാനും ആമിയും കൂട്ടുകാരികളാ. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അവള്. നീയും ഇവളും കൂടി എന്തിനാടി ഇവിടേക്ക് വന്നത്? അത് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നേ ഉള്ളൂ. എത്ര ദിവസത്തേക്ക്? 2 മാസം. 2 മാസം കൊണ്ട് കറങ്ങി തീർക്കാനും മാത്രം ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളതായി മിന്നുവിനറിയാമോ? അവൻ്റെ ചോദ്യം കേട്ടതും മിന്നുവിൻ്റെ മുഖം പെട്ടെന്ന് വാടി. ഞങ്ങൾ നാളെ തന്നെ തിരിച്ചു പോയിക്കോളാം ഇച്ചായ. ആമിയുടെ ശബ്ദം കേട്ടതും ഇരുവരും പിന്തിരിഞ്ഞു നോക്കി. കരഞ്ഞു കലങ്ങിയ മിഴികളോടുകൂടി അവൾ ഡെന്നീസിനെയും മിന്നുവിനെയും മാറി മാറി നോക്കി. ആമി, എടാ. മിന്നു ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നീ എന്തിനാ കരയുന്നേ? എന്താ പറ്റിയേ? ഡെന്നീസ് എന്തൊക്കെയോ മനസ്സിലാക്കിയെന്നറിഞ്ഞുകൊണ്ട് തന്നെ മീനു ആമിയോടായി ചോദിച്ചു. ആമി പക്ഷേ ഒന്നും പറയാതെ വീണ്ടും ശബ്ദമില്ലാതെ തേങ്ങി. ഡെന്നീസ് അവരുടെ ഇരുവരുടെയും മുന്നിലേക്ക് വന്ന ശേഷം തൻ്റെ ഫോൺ കയ്യിലെടുത്തു. ഇതാമിയാണോ? ചോദിച്ചുകൊണ്ട് അവരുടെ നേർക്ക് ഫോൺ നീട്ടി. മിടിക്കുന്ന നെഞ്ചോടുകൂടി മിന്നു അത് മേടിച്ചു നോക്കിയതും തകർന്നു പോയിരുന്നു. ഫാവയാമി, വയസ്സ് 22, മതിലകത്തില്ലം, മുണ്ടൂര്, പാലക്കാട്. ഫോൺ നമ്പർ 17-12-2023 വൈകുന്നേരം 4 മണി മുതൽ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു. കോളേജിലേക്ക് പോയതായിരുന്നു കുട്ടി. ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം ലഭിച്ചാൽ മുകളിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കുക. താൻ എവിടെയെങ്കിലും വീണു പോകുമോ എന്ന് ആമി ഭയന്നു. തൊണ്ടയൊക്കെ വറ്റി വരണ്ടു.
ഉമിനീര് പോലും ഇറക്കാനാവാതെ അവള് ഡെന്നീസിനെ വിഷമത്തോടെ നോക്കി. അവന്റെ കണ്ണുകൾ ആമിയിൽ തന്നെയായിരുന്നു അപ്പോഴും. ഇത് ഫാവയാമിയല്ലേ മീനു? അതോ എനിക്കാള് മാറിപ്പോയതാണോ? വീണ്ടും ഡെന്നീസിന്റെ ശബ്ദം കേട്ടതും ആമിയെ വിറയ്ക്കാൻ തുടങ്ങി. ഇത് ആമി തന്നെയാണ് അച്ചായ. പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ ഉദ്ദേശം എന്താണ് മിന്നു? എന്തിനാ നാട് വിട്ടു പോന്നേ? എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചുള്ള വരവാണോ എന്ന് എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു. ആരുടെ മുഖത്ത് പോലും നോക്കാതെ കുനിഞ്ഞു നടന്നാൽ കള്ളത്തരം ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്നാണോ കരുതിയത്? അവന്റെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി പോലും പറയാതെ ആമി വീണ്ടും മുഖം കുനിച്ചു. ഇനി പറ, എന്താണ് മിന്നു ഈ ഒളിച്ചോട്ടത്തിന്റെ പിന്നിലുള്ളത്? തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയായിരുന്നു വൈകാതെ ഡെന്നീസ് അവരോട് ചോദിച്ചതെന്ന് മിന്നുവും ആമിയും ഒരുപോലെ മനസ്സിലാക്കി. മിന്നു, നുണ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് രണ്ടാൾക്കും നല്ലത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഡെന്നീസ് ചൂണ്ടിയ സെറ്റിയിൽ ഇരിക്കുകയാണ് മിന്നു. തൊട്ടടുത്തായി ആമിയുമുണ്ട്. അച്ചായ, ഞാൻ നുണയൊന്നുമല്ല പറയാൻ പോകുന്നത്. സത്യമായ കാര്യങ്ങളാണ്. അതെന്നോട് എൻ്റെ ആമി പറഞ്ഞതായതുകൊണ്ട് എനിക്കിവളെ 100% വിശ്വാസവുമാണ്. മിന്നു ഡെന്നീസിനെ നോക്കി പറഞ്ഞു. മിന്നു, ഞാൻ പറയാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇച്ചായനോട്. പറഞ്ഞുകൊണ്ട് ആമി ഇരിപ്പിടത്തിൽ നിന്നും ഒന്ന് എഴുന്നേറ്റു. ശേഷം ഒരു നെടുവീർപ്പോടുകൂടി ഡെന്നീസിനെ നോക്കി. എൻ്റെ വീട് പാലക്കാട് കൽപ്പാത്തിക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമായിരുന്നു. അച്ഛൻ രാമസ്വാമി, അമ്മ ഹൈമവതി. അവരുടെ ഒരേയൊരു മകളായിരുന്നു ഞാൻ. അച്ഛനും അമ്മയും ഞാനും പിന്നെ അച്ഛൻ്റെ അമ്മയും. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞത്. അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരുന്നു അച്ഛൻ. തലമുറകളായി അവിടെ പൂജ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത്. അമ്മയ്ക്ക് ചെറിയ തുന്നലും പലഹാരം ഉണ്ടാക്കി വിൽക്കലും ഒക്കെയായിരുന്നു തൊഴിൽ. തരക്കേടില്ലാതെ ജീവിച്ചു പോകുകയായിരുന്നു ഞങ്ങൾ. 4 വയസ്സുള്ളപ്പോൾ മുതൽക്കേ ഞാൻ നൃത്തം പഠിക്കാൻ പോകാറുണ്ട്. വീട്ടിൽ നിന്നും കുറച്ചു മാറിയുള്ള ഒരു അഗ്രഹാരത്തിലായിരുന്നു പോകുന്നത്. ഒരു ശനിയാഴ്ച ഞാൻ പതിവ് പോലെ നൃത്തവിദ്യാലയത്തിൽ പോയിരിക്കുകയാണ്. ഉച്ചതിരിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ എൻ്റെ ഒരു മാമൻ വന്നു. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു. അത് പറഞ്ഞപ്പോൾ അവളുടെ വാക്കുകൾ ചെറുതായി ഇടറി. അപ്പയ്ക്ക് സുഖമില്ലെന്നും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും അമ്മ പറഞ്ഞയച്ചതാണെന്നും ഒക്കെ പറഞ്ഞാണ് മാമൻ എത്തിയത്. എനിക്കതിൽ അവിശ്വസനീയതയൊന്നും തോന്നിയതുമില്ല. പക്ഷേ പൂമുഖത്തെത്തും മുന്നേ തടിച്ചുകൂട്ടിയ ആൾക്കൂട്ടത്തെ കണ്ടതും എനിക്കെന്തോ അപകടം മണത്തു. എന്നെ കണ്ടതും എൻ്റെ അച്ചമ്മയുടെ നിലവിളി ഉച്ചത്തിലായി. ഉറക്കെ കരഞ്ഞുകൊണ്ട് ഞാനും അകത്തേക്ക് ഓടിച്ചെന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടിയ എൻ്റെ അപ്പയുടെ മൃതദേഹം. ക്ഷേത്രത്തിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങി വരും വഴി പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നതാ. ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എൻ്റെ അപ്പ പോയതോടുകൂടി എൻ്റെ ജീവിതത്തിലെ നല്ല ദിവസങ്ങളും ആ ചിതയോടൊപ്പം കത്തി അമരുകയായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് ആമിയൊന്ന് തേങ്ങി. മിന്നു എഴുന്നേറ്റ് ചെന്ന് അവളുടെ കൈത്തണ്ടയിൽ അമർത്തിപ്പിടിക്കുന്നത് ഡെന്നീസ് നോക്കി നിന്നു. അപ്പ മരിച്ചത് പിന്നെ കുടുംബം പുലർത്തുവാൻ അമ്മ ആദ്യമൊക്കെ വളരെ കഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് അടുത്തുള്ള ഒരു കമ്പനിയിൽ അമ്മ അക്കൗണ്ടൻ്റായി ജോലിക്ക് കയറുന്നത്. അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലും ജോലി ചെയ്ത് കുടുംബം പുലർത്തേണ്ട അവസ്ഥയിലൊന്നും ആയിരുന്നില്ല ഞങ്ങൾ കഴിഞ്ഞത്. പക്ഷേ അപ്പാടെ മരണം, അതോടൊപ്പം എൻ്റെ പഠിത്തം, അച്ചമ്മയുടെ മരുന്ന്, ചികിത്സ, അങ്ങനെ നീണ്ടുപോകുമായിരുന്നു വീട്ടിലെ ആവശ്യങ്ങളുടെ ലിസ്റ്റ്. ഒടുവിൽ അമ്മ ജോലിക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചതാണ്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് അമ്മ അവിടെ പോയി തുടങ്ങിയത്. കാലത്തെ 9 മണിയാവുമ്പോൾ പോയാൽ വീട്ടിൽ വരുന്നത് 5:30 ആകുമ്പോഴാണ്. ആദ്യത്തെ 3 വർഷത്തോളം
ഒരു പ്രശ്നവുമില്ലായിരുന്നു. അതിനുശേഷം 5:30 വന്നുകൊണ്ടിരുന്ന അമ്മ രാത്രി 8 മണിയായാലും എത്താതെയായി. ഞാനും അച്ചമ്മയും ചോദിക്കുമ്പോഴൊക്കെ ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അമ്മ പിന്മാറി. ഞാൻ +2 പരീക്ഷ കഴിഞ്ഞ് നിന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്, അമ്മ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഓണർ അവിവാഹിതനാണെന്നും അയാൾക്ക് അമ്മയെ വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ടെന്നും അയാളും അമ്മയും കുറച്ചു മാസങ്ങളായിട്ട് ചില ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ട് എന്നുമൊക്കെ. കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ തരിച്ചിരുന്നു പോയി. എന്തായാലും അമ്മയോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് കരുതി ഞാനന്ന് അമ്മ വരുന്നതും കാത്ത് ഉമ്മറത്തിരുന്നു. അന്ന് രാത്രിയിൽ 8:30 ആയപ്പോൾ ഒരു കാറ് വന്നു നിന്നു. അമ്മയോടൊപ്പം ഒരു വെളുത്ത് തടിച്ച മനുഷ്യനും ഉമ്മറത്തേക്ക് കയറി വന്നപ്പോൾ ഞാനും അച്ചമ്മയും ഞെട്ടിപ്പോയിരുന്നു. അമ്മയുടെ കൈവശം ഒരു വലിയ ബാഗുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ യാതൊരു കൂസലും കൂടാതെ അമ്മ എന്നോട് പറഞ്ഞത് നാളെ അമ്മയുടെ വിവാഹമാണെന്നും ഇനി ഇതാണ് എൻ്റെ അച്ഛനെന്നുമാണ്. ഞാൻ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നെ അടിമുടി നോക്കുന്ന അയാളെ കണ്ടതും ഞാൻ മുഖം തുരിച്ചു കളഞ്ഞു. എന്നെ നോക്കി ഒരു വൃത്തികെട്ട ചിരി ചിരിച്ചുകൊണ്ട് അയാൾ വീണ്ടും കാറിലേക്ക് കയറിപ്പോയി. അന്ന് രാത്രിയിൽ ഞാനും അച്ചമ്മയും കൂടി അമ്മയുടെ കാല് പിടിച്ച് പറഞ്ഞതാണ് ഈ ബന്ധം നമുക്ക് വേണ്ടെന്ന്. പക്ഷെ എവിടെ കേൾക്കാൻ? ഒരു 18-കാരിയുടെ സ്വപ്നങ്ങളായിരുന്നു അമ്മയ്ക്ക് അപ്പോഴുള്ളത്. ഒടുവിൽ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഇത് തീരുമാനിച്ചുറപ്പിച്ചതാണെന്ന്. പിറ്റേ ദിവസം കാലത്തെ തന്നെ അമ്മ എഴുന്നേറ്റ് കുളി കഴിഞ്ഞു. പിറ്റേ ദിവസം കാലത്തെ തന്നെ അമ്മ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. തലേ ദിവസം അയാൾ വാങ്ങിക്കൊടുത്ത പുടവയും ചുറ്റി മുടി നിറയെ മുല്ലപ്പൂവും ചൂടി ഒരു 8 മണി ആയപ്പോഴേക്കും വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ. എവിടേക്കെങ്കിലും ഓടി ഒളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് യാതൊരു നിവൃത്തിയുമില്ല എന്ന സത്യം എനിക്ക് ബോധ്യമാവുമായിരുന്നു. ഉച്ചയോടുകൂടി അയാളും അമ്മയും വീണ്ടും വന്നു. അയാൾ അണിയിച്ചു കൊടുത്ത താലിമാല അമ്മയുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്നത് കണ്ടപ്പോൾ എനിക്ക് അവരോട് തീർത്താൽ തീരാത്ത പുച്ഛമായിരുന്നു. ദിവസങ്ങൾ ഒന്നൊന്നായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അമ്മയുടെ പുതിയ ഭർത്താവ് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലായി താമസം. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അച്ചമ്മയ്ക്ക് ഒരു വയ്യാഴിക പോലെ വന്നു. തല കറങ്ങി വീണതാണ്. പിന്നീട് ആ ഉറക്കത്തിൽ നിന്നും ഉണർന്നു വന്നതുമില്ല. അതോടുകൂടി ആ വീട്ടിൽ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു. അമ്മ എവിടേക്കെങ്കിലും പോകുന്ന നേരം നോക്കി അയാൾ എന്നെ പലപ്പോഴും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്നു. അടുത്ത വീട്ടിലെ ഒരക്കയുടെ അടുത്തായിരുന്നു ഞാൻ അഭയം പ്രാപിച്ചത്. അമ്മയോട് പലപ്പോഴും ഞാനിത് പറയാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നും കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല. ഒരു ദിവസം രാത്രിയിൽ അയാൾ എൻ്റെ മുറിയുടെ വാതിൽക്കൽ വന്ന് കൊട്ടി വിളിച്ചു. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ വാതിൽ തുറക്കുവാനാണ് അയാൾ ആവശ്യപ്പെട്ടത്. പേടികൊണ്ട് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാനന്ന്. അമ്മ എവിടുന്നും അമ്മയെ വിളിക്കാനും ഞാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു വല്ലാഴിക പോലെ ബോധം കെട്ട് കിടക്കുകയാണെന്ന് അയാൾ പറഞ്ഞു. അത് കേട്ടത് ഞാൻ പേടിച്ചുപോയി. റൂമിൻ്റെ വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയതും അയാളോടൊപ്പം വേറൊരാളും കൂടി അരികിലുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ മുറിയിലേക്ക് ഓടിക്കയറിയതും ബോധം കെട്ട് നിലത്ത് കിടക്കുന്ന അമ്മയെയാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് അയാളും ആ കൂടെ ഉണ്ടായിരുന്നവനും കൂടി എന്നെ പിന്നിൽ നിന്ന് പിടിക്കുവാനായി വന്നു. ഞാൻ കുറേ അലറി വിളിച്ച് ബഹളം കൂട്ടി. അപ്പോഴേക്കും അടുത്തുള്ള ആളുകളൊക്കെ ഉണർന്നു വന്നിരുന്നു. ആ സമയത്ത് അയാളുടെ കൂടെ ഉണ്ടായിരുന്നവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ആളുകളൊക്കെ വന്നപ്പോൾ അമ്മയ്ക്ക് തലകറക്കം ഉണ്ടായി. വീണ്ടും അത് കണ്ട് ഞാൻ പേടിച്ചതാണെന്നുമൊക്കെ അയാൾ അവരെയൊക്കെ പറഞ്ഞു ധരിപ്പിച്ചു. ആ ഒരു രാത്രിയിൽ ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ചാണ് ആ വീട്ടിൽ കഴിഞ്ഞത്. അടുത്ത ദിവസം കാലത്തെ എൻ്റെ അപ്പാടെ ഒരു മൂത്ത പെങ്ങളുണ്ട്. രുക്മിണി എന്നാണ് അമ്മയുടെ പേര്. അമ്മയുടെ നമ്പരൊക്കെ സംഘടിപ്പിച്ച് ഞാൻ വിളിച്ചു.
എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു. അവർ ഫാമിലിയായി ചെന്നൈയിലായിരുന്നു താമസം. രുക്മിണിയമ്മ വന്ന ശേഷം എന്നെ അവരുടെ കൂടെ കൊണ്ടുപോയി. പിന്നീട് 1 മാസത്തോളം ഞാൻ അവിടെയായിരുന്നു. അതിനുശേഷം എൻ്റെ +2 റിസൾട്ട് വന്നു. ഡിഗ്രിക്ക് ചേരുവാനായി ഞാൻ വീണ്ടും കേരളത്തിലേക്ക് മടങ്ങി വന്നു. എനിക്ക് പഠിക്കുവാനായി കോളേജ് സെലക്ട് ചെയ്തു തന്നതും ഹോസ്റ്റൽ സൗകര്യമൊക്കെ ഒരുക്കി തന്നതും എൻ്റെ രുക്മിണിയമ്മയായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ മിന്നുവിനെ പരിചയപ്പെട്ടത്. എൻ്റെ ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളൊക്കെ മാറി വീണ്ടും സന്തോഷം വരികയായിരുന്നു ആ കോളേജ് ലൈഫിലൂടെ.